ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഒരു ഇൻ്റർവ്യൂവർ രാജ്കുമാർ റാവുവിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടോ എന്ന്. राजकुमार राव अंडरगोन प्लास्टिक सर्जरी. प्लास्टिक सर्जरी? हाँ. नहीं भैया, कोई प्लास्टिक सर्जरी नहीं हुई है. ये नेचुरल है. हाँ. प्लास्टिक सर्जरी, बाप रे बाप. अच्छा, तुम ये सब सुनते हो कि कैसा रिएक्शन है? कुछ नहीं, स्माइल आती है चेहरे पे. चलो नाइस, अच्छा है, लोग बात कर रहे हैं. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ആരാണ് സർജറി ചെയ്ത് അംഗീകരിക്കുന്നത്? ഈ ഒട്ടുമിക്ക ഈ പറയുന്ന എല്ലാ ബോളിവുഡ് നടന്മാരും സ്റ്റെറോയിഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ആരാണ് ഞാൻ സ്റ്റെറോയിഡ് എടുക്കുന്നുണ്ട് എന്ന് ധൈര്യത്തോടെ വന്ന് പബ്ലിക്ക് പറയാൻ ധൈര്യപ്പെടുന്നത്? സോ അതുപോലെയുള്ളൂ ഇതൊക്കെ ചെയ്ത് ഈ ആർട്ടിസ്റ്റുകളെല്ലാം അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടുള്ള പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം അത് തുറന്നു പറയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് രാജ്കുമാർ റാവുവും പറഞ്ഞു ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ല എന്ന്. കാരണം തുറന്ന് സമ്മതിക്കുന്ന ആളുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇദ്ദേഹം മാത്രം തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ള ഈ പറയുന്ന പ്രേക്ഷകർ തന്നെ പറയും അവൻ ദേ അങ്ങനെ ചെയ്തു, അവൻ ദേ അങ്ങനെ ചെയ്തു. എന്നാൽ ബാക്കിയുള്ള 90% ആളുകളും ചെയ്യുന്നുണ്ട്, അവരാരും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹവും സമ്മതിച്ചില്ല. അതിൽ നമുക്കങ്ങനെ അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നും സാധിക്കില്ല. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസിൽ എന്ത് ചേഞ്ചസ് ആണ് വന്നത്, അദ്ദേഹം എന്ത് സർജറിയാണ് ചെയ്തത്, ആ സർജറി പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇൻഫോർമേറ്റീവ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അല്ലാതെ അദ്ദേഹത്തിന് ഒരു വിധത്തിൽ മോശപ്പെടുത്തി കാണിക്കാനോ അല്ലെങ്കിൽ യാതൊരു തരത്തിലും അദ്ദേഹത്തിനെ അപമാനിക്കാനോ വേണ്ടിയൊന്നും ചെയ്യുന്ന വീഡിയോ അല്ല. അദ്ദേഹത്തിൻ്റെ ശരീരം, അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് സമ്മതിക്കാതിരിക്കാം. മറ്റുള്ളവരെ അത് ബാധിക്കാത്തിടത്തോളം കാലം അതൊന്നും ഒരിക്കലും നമുക്കൊരു മോശപ്പെട്ട കാര്യമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യമാണ്, നമ്മളെ ഒന്നും അത് ഒരു രീതിയിലും ബാധിക്കുന്നില്ല. ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സർജറി ഉണ്ടെന്നും ഇതെന്താണെന്നും നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ ആണെന്ന് സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഐ ആം ആദിൽ ഹുസൈൻ. വെൽക്കം ടു മൈ ചാനൽ. രാജ്കുമാർ റാവു, നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അദ്ദേഹത്തെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒട്ടുമിക്ക ബോളിവുഡ് നടന്മാരും അവരുടെ 6 പാക്ക് ആപ്സും ആക്ഷനും ഒക്കെ കൊണ്ട് പടങ്ങൾ ചെയ്യുമ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റോളുകളും അഭിനയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും കൊണ്ട് ഇൻഡസ്ട്രിയിൽ അങ്ങനെ പറയത്തക്കതായിട്ടുള്ള പിടിപാടുകളൊന്നും ഇല്ലാതെ സാധാരണക്കാരിൽ നിന്ന് ബോളിവുഡിലേക്ക് എത്തിപ്പെട്ട ഒരു നടനാണ് രാജ്കുമാർ റാവു എന്ന് പറയുന്നത്. റൺ എന്ന് പറയുന്ന സിനിമയിലൊരു ന്യൂസ് റീഡറുടെ റോളിലാണ് ആദ്യമായിട്ട് അദ്ദേഹം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞ് 2010 തന്നെ ലവ് സെക്സ് ഓർ ധോക്ക എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ റോൾ അദ്ദേഹം ചെയ്തു. അത് കഴിഞ്ഞ് ഒരുപാട് സഹനടൻ വേഷങ്ങളൊക്കെ ചെയ്ത് 2016 ട്രാപ്ഡ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ അദ്ദേഹം വളരെയധികം പ്രശസ്തനാവുന്നു. ആ ഒരൊറ്റ സിനിമ മതി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അദ്ദേഹം എത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ളൊരു നടനാണ് എന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളും ചിലപ്പോൾ കണ്ടു കാണും, പ്ലാസ്റ്റിക് സർജറി വെൻ റോങ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പിക്ചേഴ്സ് കുറേ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സർജറിക്ക് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ മുഖവും സർജറി കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുഖവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരുപാട് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിലായാലും അതുപോലുള്ള മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇദ്ദേഹത്തിൻ്റെ ചിൻ വളരെ ഷോർട്ടാണ്. അതായത് ചിന്നിന് ലെങ്ത് കുറവാണ്. അപ്പോൾ പലരും ഇതൊരു നെഗറ്റീവായിട്ട് ചൂണ്ടിക്കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിനും അതൊരു കുറവായിട്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. ഈ ചിൻ ഇംപ്ലാന്റ് സർജറി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ വായക്കകത്തുകൂടി ഒരു ഇൻസിഷൻ ഉണ്ടാക്കി ഒരു സിലിക്കോൺ ഇംപ്ലാന്റ് നമ്മുടെ താടിയെല്ലിലേക്ക് ഇറക്കി താടിയെല്ലിനോട് ചേർത്ത് വെക്കും, അല്ലെങ്കിൽ നമ്മുടെ താടിയുടെ അടിവശത്തായിട്ടൊരു ഇൻസിഷൻ ഉണ്ടാക്കി അതുവഴിയാണ് ഇത് ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിലിക്കോൺ ഷേപ്പിലുള്ളൊരു വസ്തു നമ്മുടെ താടിയെല്ലിനോട് ചേർത്ത് ഇത് ഇംപ്ലാന്റ് ചെയ്ത് വെക്കുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ നമ്മുടെ താടിയുടെ നീളം കുറച്ച് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ മുമ്പുള്ള പിക്ചേഴ്സും ഇപ്പോഴുള്ള പിക്ചേഴ്സും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ താടിയുടെ നീളം നല്ല രീതിയിൽ കൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 1 ഇഞ്ചിനടുത്ത് ഇദ്ദേഹത്തിൻ്റെ താടിയുടെ നീളം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഇദ്ദേഹത്തിൻ്റെ ഫേസിൻ്റെ നീളവും അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ 2 വിധത്തിൽ നമുക്ക് ഈ ചിന്നിൻ്റെ ലെങ്ത് കൂട്ടാൻ സാധിക്കും. ഒന്നെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ചിൻ ഇംപ്ലാന്റ് സർജറി ചെയ്ത് ഒരു സിലിക്കോൺ ഇംപ്ലാന്റ് ചെയ്ത് പെർമനൻ്റ് ആയിട്ട് ചിന്നിൻ്റെ ലെങ്ത് കൂട്ടുക, അതല്ലെങ്കിൽ ചിൻ ഫില്ലേഴ്സ് യൂസ് ചെയ്യാം. അതായത് ഇഞ്ചക്ഷൻ ടൈപ്പിൽ ചിൻ ഫില്ലേഴ്സ് യൂസ് ചെയ്ത് ചിന്നിൻ്റെ ലെങ്ത് കുറച്ചുകൂടെ കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ടും പോസിബിൾ ആണ്. I have not done any plastic surgery, but yeah, saying that 8 years back I did some filler work on my chin because I wanted to look confident. 8 years back I wanted to be confident and my dermatologist suggested I did little filler work, but that's about it. But I think do I feel confident after that? Yes. Have I done bigger films and better, like, you know, it changes, right? Perception. It's a visual medium. Acting is a visual medium. So yeah, I've done that and
I'm not against it. If somebody wants to boost their confidence, wants to go ahead, the science is available, then why not? But plastic surgery, no. It's too expensive, it's too time consuming. I don't have that much of time. അപ്പോൾ രാജ്കുമാർ റാവുവിനോട് ഇൻ്റർവ്യൂവർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പ്ലാസ്റ്റിക് സർജറീസ് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ്. സോ മേ ബി അദ്ദേഹം കള്ളം പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അതിന് പകരം ചിലപ്പോൾ അദ്ദേഹം ചിൻ ഫില്ലേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാകും. പ്ലാസ്റ്റിക് സർജറിക്ക് പകരം ചിൻ ഫില്ലേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാകും. ചിൻ ഫില്ലേഴ്സ് യൂസ് ചെയ്താലും കുറച്ചൊക്കെ ചിന്നിൻ്റെ ലെങ്ത് കൂട്ടാൻ സാധിക്കും. ചിൻ ഫില്ലർ എന്ന് പറയുന്ന ഒരു നോൺ സർജിക്കൽ പ്രൊസീജിയറാണ്. നമ്മുടെ താടിയുടെ ഡെഫിനിഷനും അതിൻ്റെ ലെങ്തും ഒക്കെ കുറച്ചുകൂടെ കൂട്ടാനും കുറച്ചുകൂടെ യൂത്ത്ഫുൾ ലുക്ക് തരാനും ജോലൈൻ കുറച്ചുകൂടെ ഷാർപ്പ് ആൻഡ് സ്ട്രോങ് ലുക്ക് തരാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ചിൻ ഫില്ലർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ താടിയലിന് കുറച്ചുകൂടെ നീളം ഉണ്ടെങ്കിൽ നമ്മുടെ കഴുത്തും താടിയും തമ്മിലുള്ള കുറച്ചുകൂടെ ഡെഫിനിഷൻ കൂടുകയും കുറച്ചുകൂടെ സ്ട്രോങ്ങർ ജോലൈനൊക്കെ നമുക്ക് പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റീവ് ആയിട്ടുള്ള കുറച്ചുകൂടെ സ്ട്രോങ്ങർ ജോലൈനൊക്കെ നമുക്ക് കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പ്ലാസ്റ്റിക് സർജറിയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിൻ ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഒരു ഡേ പ്രൊസീജിയറാണ്. അത് നമുക്ക് ചെയ്തിട്ട് ഉടനെ തന്നെ പോകാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ചെറിയ ക്ലിനിക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ചിൻ ഫില്ലേഴ്സ് എന്ന് പറയുന്നത്. ടെമ്പററി ആയിട്ടുള്ള ഡെർമൽ ഫില്ലേഴ്സ്, അതായത് ഒരു ജെൽ ടൈപ്പ് മെറ്റീരിയൽ ജോയുടെ സോഫ്റ്റ് ടിഷ്യൂസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ചിന്നിന് കൂടുതൽ ഡെഫിനേഷൻ തരും, ചിന്നിൻ്റെ പ്രൊജക്ഷൻ ഇൻക്രീസ് ചെയ്യും, ഫേഷ്യൽ സിമെട്രി വർദ്ധിപ്പിക്കും, നമ്മുടെ ഫോർഹെഡിൻ്റെയും ചിന്നിൻ്റെയും പ്രൊപ്പോർഷൻ ബാലൻസ് ചെയ്യും, നമ്മുടെ ലോവർ ഫേസിന് പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഒട്ടുമിക്ക സെലിബ്രിറ്റീസും ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അത് അവരുടെ ലൈഫ് സ്റ്റൈലിന് ഭാഗമാണ്. അവർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഗ്ലാമർ ഫീൽഡിൽ നിൽക്കുമ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളവരുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ്. കാരണം എല്ലാമുള്ള ആൾക്കാർ വരെ ഫീൽഡ് ഔട്ടായി പോകുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരിക, ഫേസ് കൂടുതൽ യൂത്ത്ഫുള്ളായിട്ടും കൂടുതൽ അട്രാക്റ്റീവായിട്ടും ഒക്കെ നിർത്തുക എന്ന് പറയുന്നത് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ബോളിവുഡ് പോലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. മാക്സിമം ഓഫ് 6 to 12 months ഒക്കെ മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. കാരണം അത് കഴിയുമ്പോഴത്തേക്കും ഇത് ഡിസോൾവ് ആയി പോയിട്ടുണ്ടാകും. വീണ്ടും നമ്മൾ ഈ ഫില്ലർ ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപാട് ടൈപ്പ് ഡെർമൽ ഫില്ലേഴ്സ് ഉണ്ട്. ഈ ഹൈ അല്യൂറോണിക് ആസിഡ് ഫില്ലേഴ്സ് ഒക്കെയാണ് 6 to 12 months ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി ഓപ്ഷനാണ്. വേറെ ഒരെണ്ണമാണ് കാൽസ്യം ഹൈഡ്രോക്സി ലാപ്പറ്റൈറ്റ്. അതും ഏകദേശം 12 മാസത്തോളം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫില്ലറാണ്. വേറെ ഒരു ഫില്ലറാണ് സോഫ്റ്റ് ടിഷ്യൂ ഫില്ലേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് FDA അപ്രൂവ്ഡ് അല്ല എന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം കൺസിഡർ ചെയ്തിട്ട് പേഴ്സണൽ റിസ്കിലേക്കാണ് പലരും അത് ചെയ്യാറ്. യൂഷ്വലി ഇതൊക്കെ ഓഫീസ് ഗോയിങ് പ്രൊസീജിയേഴ്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തിട്ട് ഉടനെ തന്നെ വർക്കിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. പക്ഷേ മോസ്റ്റ്ലി ഡോക്ടേഴ്സൊക്കെ അഡ്വൈസ് ചെയ്യുന്നത് ഈ പ്രൊസീജിയർ കഴിഞ്ഞ് മിനിമം ഒരു 1 to 2 days അങ്ങനെ ഹാർഡായിട്ടുള്ള വർക്കുകളൊന്നും ചെയ്യാതെ എക്സസൈസുകളൊക്കെ ഒഴിവാക്കാനാണ് ഡോക്ടേഴ്സൊക്കെ മോസ്റ്റ്ലി അഡ്വൈസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് ഇതിൻ്റെ കണ്ടുവരുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഇച്ചിങ് എന്ന് പറയുമ്പോൾ ആ ഇഞ്ചക്റ്റഡ് ഏരിയയിൽ ചൊറിച്ചിലുണ്ടാകുക, അവിടെ ചുവന്ന് തടിച്ചു വരിക, പാടുകളുണ്ടാകുക, നീര് വന്ന് വീങ്ങുക, സ്വെല്ലിംഗ് ഉണ്ടാകുക, ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ ഓവർഫിൽഡ് ആകുക. ഓവർഫിൽഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പൊക്കെ വല്ലാതെ മാറും. ഡിസ്റ്റോഷൻ, ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ സ്കാരിങ് ഉണ്ടാകുക. മറ്റൊരു കോമൺ സൈഡ് എഫക്റ്റ് ആണ് ഈ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ഏരിയയിൽ നിന്ന് ഈ ഫില്ലേഴ്സ് മൂവ് ചെയ്ത് പോകുക. അതായത് ചിന്നിൽ ഇഞ്ചക്ട് ചെയ്ത ഈ ഫില്ലേഴ്സ് ചിലപ്പോൾ മൂവ് ചെയ്ത് മുഖത്തിൻ്റെ സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തികേടും പ്രശ്നങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ അൺകോമൺ ആയിട്ടുള്ള കുറേ സൈഡ് എഫക്ട്സ് ആണുള്ളത്. ഈ മൂവ് ആകുന്നതൊക്കെ വളരെ കുറവാണ്, പക്ഷേ അങ്ങനെയുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവാറുണ്ട്. മറ്റൊരു മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റ് ആണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഫില്ലേഴ്സിന് ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ആയിട്ട് കണ്ട്, ഒരു ത്രെറ്റ് ആയിട്ട് കണ്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ വളരെ രീതിയിലുള്ള സ്വെല്ലിങ് അല്ല അങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ വളരെ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ തടിച്ച് പൊങ്ങി വരാനും വളരെയധികം ബംസോ അല്ലെങ്കിൽ ഈ മുഴകൾ പോലെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എക്സ്ട്രീം റെയർ കേസസിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് സോഫ്റ്റ് ടിഷ്യൂ ഡാമേജ് ഉണ്ടാകുക, അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകുക, ബ്ലൈൻഡ്നെസ്, അന്ധത ഉണ്ടാകുക. ഇതൊക്കെ എക്സ്ട്രീം റെയർ കേസസ് ആണ്. അതായത് ഒരു 10,000 ലക്ഷം കേസസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം മാത്രമായിട്ടൊക്കെ കാണുന്ന ചില പ്രശ്നങ്ങളാണ്. ഇനി ഇതിന് എത്രയാണ് കോസ്റ്റ് വരുന്നത്? ഇതിൻ്റെ ML ബേസിസിൽ നോക്കുകയാണെങ്കിൽ 1 ml ഫില്ലറിന് ഏകദേശം 27,000 റുപ്പീസൊക്കെയാണ് കോസ്റ്റ്, ഒരു ആവറേജ് കോസ്റ്റ് ഇന്ത്യയിൽ വരുന്നത്. അതിപ്പോൾ സിറ്റീസ് ടു സിറ്റീസ് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഓൾ ഓവർ ഇന്ത്യ നോക്കുമ്പോൾ അത്രയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു ചിൻ ഫില്ലറൊക്കെ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 1 lakh റുപ്പീസൊക്കെ വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഒരു അറൗണ്ട് 1 lakh ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിൻ ഫില്ലേഴ്സിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണുന്നവരെ ഐ ആം ആദിൽ ഹുസൈൻ, സൈനിങ് ഓഫ്.